ഹരിയോം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം മഹാഭദ്രകാളി അമ്മയുടെ ഏറ്റവും വലിയ ഒരു മന്ത്രം, നിത്യ ആരാധനയ്ക്കും നിത്യജപത്തിനും ഉതകുന്ന ഒരു കർമ്മം, ഒരു മന്ത്രം. ഈ മന്ത്രം നമ്മൾ നിത്യം ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റിട്ടുള്ള ആഭിചാര ദോഷങ്ങൾ, ഷഡ്കർമ്മ ബാധാദോഷങ്ങൾ, ബന്ധനങ്ങൾ, പ്രേത ദുരിതങ്ങൾ പോലും അകന്നു പോകുന്ന പറയാം. ഇത് നിത്യം 41 ചൊല്ലണം. മലയാള മാന്ത്രികത്തിലെ മഹാഭദ്രകാളി അമ്മയുടെ ഈ മഹാമന്ത്രം ചൊല്ലിയാൽ ആരെന്ത് നമ്മൾക്ക് ദോഷങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ ആ ചിന്ത ഉണ്ടാകുന്ന സമയം തന്നെ ആ ബാധ അവിടെ ബന്ധനത്തിൽ വരും. നമ്മൾക്ക് ഒരാൾ ഒരു ദുഷ്കർമ്മം ചെയ്യാൻ ചിന്തിച്ചാൽ പോലും അവനത് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണ് ഈ മന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത. ഈ മന്ത്രം നമ്മൾ ചൊല്ലുമ്പോൾ മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടുമോ എന്നൊക്കെ അതൊന്നും ഇവിടെ വിഷയമില്ല. സന്ധ്യാസമയത്താണ് ഈ നാമം ചൊല്ലേണ്ടത്. കാലത്താണ് ഈ നാമം നമ്മൾക്ക് ചൊല്ലാൻ സൗകര്യമുള്ളൂ എങ്കിൽ കൊടുങ്ങല്ലൂർ അമ്മയായി സങ്കല്പിച്ച് വേണം ഈ മന്ത്രം ചൊല്ലേണ്ടത്. പരമാവധി സന്ധ്യാസമയത്ത് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഉചിതം. സന്ധ്യാസമയത്ത് നമ്മൾ ചൊല്ലുമ്പോൾ അമ്മയെ കരിങ്കാളി ഭാവത്തിലാണ് ജപിക്കേണ്ടത്. അമ്മ കറുത്ത് നീലവർണ്ണത്തോടു കൂടിയിട്ടുള്ളൊരു ഒരു രൂപത്തോടു കൂടി വേണം ഈ അമ്മയെ കണ്ടുകൊണ്ട് വേണം ഈ മന്ത്രം ചൊല്ലേണ്ടത്. തീർച്ചയായും നമ്മൾ കേറ്റിട്ടുള്ള അഭിചാര ദോഷങ്ങളെ നിഷ്പ്രഭമാക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് നിത്യം ജപിച്ചിരുന്നാൽ, നിത്യ ഉപാസന പോലെ ജപിച്ചിരുന്നാൽ ആരെന്ത് ദോഷങ്ങൾ ചെയ്താലും അത് ഏൽക്കാതെയും ഇരിക്കും. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, ഭക്തിയോടുകൂടി വേണം, ഭയഭക്തിയോടുകൂടി വേണം മന്ത്രം ചൊല്ലേണ്ടത്. അല്ലാതെ വെറുതെ ഒരു 41 ചൊല്ലി എഴുന്നേൽക്കലല്ല. മനസ്സും ശരീരവും എല്ലാം ഭഗവതിയുടെ പാദത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കണ്ണുനീര് കൊണ്ട് ആ പാദം കഴുകിക്കൊണ്ട് വേണം ഈ നാമം ചൊല്ലേണ്ടത്. തീർച്ചയായും എല്ലാ ആഭിചാര ദോഷങ്ങളും തീരും. ഇത് ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ ആർക്ക് വേണമെങ്കിലും ചൊല്ലാം. അമ്മയിൽ ഭക്തി ഉണ്ടാവണമെന്ന് മാത്രം. ജാതി മതമൊക്കെ ദൈവങ്ങൾക്കില്ല, അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാം. ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ അങ്ങനെ ചോദിക്കുകയുണ്ടായി. അതിനും ഒരു മറുപടിയായിട്ടാണ് ഇത് ഇന്ന് ഞാൻ പറയുന്നത്. ഭക്തിയോടുകൂടി ചൊല്ലുക, നല്ല മനസ്സോടുകൂടി ചൊല്ലുക, എല്ലാവരെയും തുല്യരായി കാണാൻ ഭവിക്കുക. അപ്പോൾ അമ്മ നമ്മളുടെ ജീവിതത്തിലും നമ്മുടെ ഐശ്വര്യത്തിലൊക്കെ നിറഞ്ഞു നിൽക്കും. ഞാൻ മന്ത്രം ചൊല്ലാം. ഇത് മലയാള മാന്ത്രികത്തിലെ ഒരു മന്ത്രമാണ്. വളരെ ശക്തിവത്തായ ഒരു മന്ത്രമാണ്. ഇത് 41 ജപിച്ച് ദേവിയെ ഉപാസിക്കുന്നവർക്കും ഗുണം ചെയ്യും. ഉപാസിക്കാൻ തയ്യാറുള്ളവരാണെങ്കിൽ ഗുരുവിൽ നിന്നാണ് മന്ത്രങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അധികാലത്ത് ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് കുളികുറി ദേവാരങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് ഭസ്മം ധരിച്ചുകൊണ്ട് വേണം ജപങ്ങൾ തുടങ്ങാൻ. അത് 41 ദിവസം എടുക്കാൻ കഴിയുമെങ്കിൽ അത്രയും പുണ്യമായിരിക്കും. ജപം എടുക്കാൻ തയ്യാറുള്ളവർ ബ്രാഹ്മമുഹൂർത്തത്തിലെങ്കിലും ചൊല്ലണമെന്ന് പറയാം.
ഇനി ദ്രാവിഡ കർമ്മത്തിലാണ് നമ്മൾ ദേവിയെ പ്രസാദിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ രാത്രി 12 മണിക്കും 3 മണിക്കും ഉള്ളിലുള്ള സമയത്ത് വേണം ജപം തുടങ്ങാൻ. അതൊക്കെ വളരെ ക്രിട്ടിസൈസായിരിക്കും അത് എടുക്കുക എന്നുള്ളത്. അത്രയും പരമഭക്തന് മാത്രമേ ആ 41 ദിവസം മുഴിപ്പിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇന്ന് ഈ മന്ത്രം ഉദ്ദേശിക്കുന്ന ഏതൊരു സാധാരണക്കാരനായ ഏതൊരു വ്യക്തിക്കും അവരാർക്ക് ഏറ്റിട്ടുള്ള ദോഷങ്ങൾ തീർക്കുന്ന ഒരു മന്ത്രമായിട്ടാണ്. ഞാൻ മന്ത്രം പറയാം. പരമേശ്വരൻ്റെ തൃക്കണ്ണിൽ നിന്നും ജനിച്ച അമ്മയുടെ ആ മന്ത്രം വളരെ ഭക്തിയോടും ഭയത്തോടു കൂടി ചൊല്ലി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ലക്ഷ്യപ്രാപ്തി എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓം നമോ ഭഗവതി ശ്രീ മഹാദേവന്റെ തിരുജടയിൽ പിറന്ന ശ്രീ ഭദ്രകാളി, ശ്രീ മഹാദേവന്റെ തിരുജടയിൽ നൃത്തമാടുന്ന കാളി, തച്ചുതുക്കിക്കുലപ്പെടുത്തുന്ന കാളി, രാക്ഷസക്രൂര ജനങ്ങളെ വധിക്കുന്ന കാളി, ചന്ദ്രതിലകവും തൊട്ട് എല്ലാ ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടവളെ, മധുകൈടഭന്മാരെ പൊരുതവളെ. ഓം ബീജം ഹ്രീം കീലകം കൊടുങ്ങല്ലൂരമരും ശ്രീഭദ്രകാളി മഹാകാളി ശ്രീ ഹുംഫൾ സ്വാഹ. ഈ മന്ത്രം 41 ഉരുവാണ് ജപിക്കേണ്ടത്. വൈകിട്ടാണെങ്കിൽ അമ്മയെ കരിങ്കാളി ഭാവത്തിലാണ് ഭാവന ചെയ്യേണ്ടത്. തീർച്ചയായും നിങ്ങളുടെ ജീവിതം ഒരു ടേണിങ്ങിലേക്ക് മാറും. നമ്മൾ ഒരു പനി വന്നാൽ ഓടിപ്പോയി ജ്യോത്സ്യനെ കാണേണ്ട കാര്യമില്ല. നിത്യം ഉപാസിച്ച് നിത്യനിദാനങ്ങളെ നിവൃത്തിയുണ്ടാക്കി അമ്മ നമ്മൾക്ക് തരും. അത് ഭയഭക്തിയോടുകൂടി ചൊല്ലുക. എന്നിട്ടും നമ്മൾക്ക് ദോഷങ്ങൾ തീരുന്നില്ലെങ്കിൽ മാത്രമേ നമ്മൾ ജ്യോത്സ്യനെ കണ്ട് നമ്മുടെ ദോഷങ്ങളെ തീർക്കേണ്ടതുള്ളൂ. അല്ലാതെ ഒരു പനി വന്നാൽ ഓടിപ്പോയി ജ്യോത്സ്യനെ കാണേണ്ട കാര്യമില്ല. നമ്മൾ തന്നെയാണ് ഈശ്വരൻ. ചില ദുരിതങ്ങളെ അത് ഗുരുവിനാണ് മാറ്റാൻ കഴിയുള്ളൂ. ദേവേന്ദ്രൻ പോലും ഗുരുവിനെ ബൃഹസ്പതിയെ തേടിപ്പോയതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ദേവാദിദേവനായ ഇന്ദ്രൻ പോലും ഗുരുവിനെ സമീപിച്ചാൽ മാത്രമേ തീരേണ്ടുന്ന കാര്യങ്ങൾ അപ്പോൾ മാത്രം നമ്മൾ ജ്യോത്സ്യനെയും പരിഹാരം ചെയ്യാം. അല്ല മിണ്ടുന്നതിന് നമ്മൾ ജ്യോത്സ്യനെ കാണാനോ പരിഹാരം ചെയ്യാനോ പോകരുത്. ഗുരുവിനാൽ തീരുന്ന കുറേ കർമ്മങ്ങളുണ്ട്. ചിലർ കേട്ടിട്ടുണ്ട്, ഒരു പൂജ ചെയ്തിട്ട് നിങ്ങൾ രക്ഷപ്പെടില്ല, ധനബന്ധനം തീരില്ല എന്നൊക്കെ. അസംബന്ധമാണത്. നമ്മുടെ ജന്മദോഷങ്ങളെ ജാതകപ്രകാരം ദുരിതങ്ങളെ മാറ്റി ഇപ്പോൾ ഏറ്റിട്ടുള്ള ആ ദോഷങ്ങളെ വേണ്ടും വിധം തീർത്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. നമ്മൾ ഇന്നലെ രാത്രി കുളിച്ച് AC റൂമിൽ കിടന്നുറങ്ങിയിട്ട് പിന്നെ നേരം വെളുക്കുമ്പോൾ എന്തിനാ കുളിക്കണേ? അത് പ്രകൃതിയിലെ ഓരോ ദുരിതങ്ങൾ നമ്മൾക്ക് വന്ന് ചേരുന്നുണ്ട്. എന്ന പോലെ തന്നെ ഈശ്വരൻ ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് എനർജി ഉണ്ടാവും, രാവുണ്ടെങ്കിൽ പകലുണ്ടാവും എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഓരോ മനുഷ്യരിലെ നെഗറ്റീവ് ഊർജം നമ്മളെ തൊടുന്നുണ്ട്. അത് നമ്മളെ ഏൽക്കാതിരിക്കാൻ വേണ്ടിയാണ് നിത്യ ആചാരങ്ങൾ കൊണ്ട് നടക്കാൻ പറയുന്നത്. അതിനും അപ്പുറത്ത് വരുന്ന കർമ്മങ്ങളാണ് ജ്യോത്സ്യനെ കണ്ടുകൊണ്ട് പരിഹാരം ചെയ്യാൻ പറയുന്നത്. വലിയ വലിയ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ അവരെ അറിയാം. ഇപ്പം നരേന്ദ്രമോദി ആയാലും ശ്രദ്ധിച്ചാൽ അറിയാം, വർഷത്തിൽ 3 മാസക്കാലം 1 മാസക്കാലൊക്കെ അല്ലെങ്കിൽ 41 ദിവസം ഇങ്ങനെയൊക്കെ ധ്യാനത്തിലിരിക്കുന്നതായി കാണാം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരാൾക്കും തൊടാൻ പറ്റില്ല എന്നുള്ള പറയുന്നു. വലിയ വലിയ പണക്കാരായിക്കോട്ടെ, വലിയ വലിയ ആചാര്യന്മാരായിക്കോട്ടെ,
സാക്ഷാൽ പരമേശ്വരൻ തന്നെ ആയിക്കോട്ടെ ധ്യാനത്തിലിരിക്കുന്നതായി കാണാൻ പറ്റും. അപ്പോൾ ആ ധ്യാനത്തിലൂടെ ശക്തിയുണ്ട്. നമ്മുടെ ധ്യാനത്തിലൂടെ നമ്മുടെ ദുരിതങ്ങളെ മാറ്റാൻ പറ്റും. നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ 6 ആധാരങ്ങളിലെ ഏറ്റിട്ടുള്ള ബന്ധനങ്ങളെ തീർക്കാൻ പറ്റും. ഏറ്റവും പ്രധാനം പ്രാർത്ഥനയാണ്. കലിയുഗത്തിലെ ഏറ്റവും വലിയ മന്ത്രം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. അതിലൂടെ നമ്മൾക്ക് ഏറ്റിട്ടുള്ള എല്ലാ ദോഷങ്ങളും മാറ്റാൻ പറ്റും. ഇന്നത്തെ ഈ അറിവ് ഇതാണ്. നിങ്ങളെല്ലാവരും ഇത് ചൊല്ലി പ്രാക്ടീസ് ചെയ്യുക, നിത്യം ആചരിക്കുക. എല്ലാവരുടെയും കുടുംബത്ത് ശാന്തി സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടിയൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. മറ്റൊരു എപ്പിസോഡുമായി വരുന്നതുവരെ എല്ലാവരെയും കുടുംബ പരദേവതയായിരിക്കുന്ന കൊടുമഹാഭദ്രകാളി അമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയോ നമഃ ശിവായ.